മൂന്നാം LDF സർക്കാരിനെ പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന സൂചന നൽകി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും MV ഗോവിന്ദൻ. വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമോ എന്നതിൽ വ്യക്തത വരുത്തുന്ന പ്രതികരണമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകിയത്. ഇന്ത്യയിലെ മുതലാളിമാരുടെയും മൂലധന ശക്തികളുടെയും താൽപര്യം സംരക്ഷിക്കുന്ന ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമാണ് കേരളവുമെന്നും MV ഗോവിന്ദൻ ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ പറഞ്ഞു. ഇന്ത്യയിലെ മുതലാളിമാരുടെയും മൂലധന ശക്തികളുടെയും താൽപര്യം സംരക്ഷിക്കുന്ന ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമാണ് കേരളവുമെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഇടതു സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ CPIM-ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ഞങ്ങളിപ്പോഴും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് സമീപനങ്ങളാണ് എന്നുള്ള കാര്യത്തിനും തർക്കമില്ല. ഇപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൻ്റെ പ്രത്യയശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നതല്ല ഈ ഭരണകൂട വ്യവസ്ഥ. സ്വകാര്യ മൂലധനം കൂടി ഉപയോഗിച്ചാണ് കേരളം വളരാൻ ശ്രമിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ വിഷയങ്ങളുണ്ടെങ്കിലും പദ്ധതി നടപ്പാക്കണമെന്നാണ് ആദ്യം മുതലുള്ള CPIM നിലപാട്. സ്വകാര്യ മൂലധനത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കേരളം യഥാർത്ഥത്തിൽ വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണൊരു ബദൽ. അതുകൊണ്ട് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രൊജക്റ്റ് നടക്കുന്നതാണ് നല്ലത് എന്ന് അന്നും ഇന്നും എല്ലാ സന്ദർഭത്തിലും CPIM എടുത്ത നിലപാടാണ്. പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മൂന്നാം പിണറായി സർക്കാർ ലോഡിംഗ് ഉറപ്പായിട്ട് വരും, അങ്ങനെ പറയാം. പിന്നെ ആര് 3-4 മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നത്? ഇവരാരും മുഖ്യമന്ത്രിയാവില്ല എന്നാണ് പ്രസിഡൻ്റായിരുന്ന സുധാകരൻ പറയുന്നത്. എങ്ങനെ ഇവിടെ കേരളത്തിൽ വേറൊരു സംവിധാനത്തെപ്പറ്റി ആലോചിക്കുക ജനം? അത് മൂന്നാമത്തെ ടേമിലേക്ക് പോകാനുള്ള നല്ല രീതിയിലുള്ള ഒരു പുതിയ കേരളത്തെ പറ്റിയാണ് സങ്കല്പിക്കുന്നത്. അതിൻ്റെ രീതിയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. കേരളത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. ഏതായാലും കോൺഗ്രസിന് ഒരു കാര്യം അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യവും പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അത് ഉറപ്പായിട്ടുണ്ട്. PK ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകില്ല. അക്കാര്യം പ്രായോഗികമായി പറഞ്ഞുവെന്നേയുള്ളൂ. പ്രായപരിധിയുടെ പേരിൽ പാർട്ടി പദവികളിൽ നിന്ന് ഒഴിവായവർക്ക് പുതിയ ചുമതലകൾ നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവരുടെ പ്രവർത്തന മേഖല ഇതല്ല എന്നാണ് പറഞ്ഞത്. പ്രവർത്തന മേഖല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മഹിളാ സംഘടന കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വവുമായിട്ട് ഇന്ത്യയുടെ ആകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലുണ്ടാകുമ്പോൾ കേരളത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി യോഗത്തിലോ അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന G സുധാകരന്റെ പ്രസ്താവന CPIM-നെ വെട്ടിലാക്കിയിട്ടില്ല. സുധാകരൻ തന്നെ പ്രസ്താവന തിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു വെട്ടിലാക്കലുമില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാൽ നമ്മളെന്ത് വെട്ടിലാവേണ്ട കാര്യം? പാർട്ടി നിലപാടുണ്ട്, പാർട്ടി വ്യക്തമാകൊണ്ട് പാർട്ടി സഖാക്കൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ തിരുത്തി. പിന്നെ എന്തിനാ നമ്മളാരെങ്കിലും പറയേണ്ട കാര്യമുള്ളത്? അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം തന്നെ തിരുത്തി. CPIM കേരള പാർട്ടിയായി ചുരുങ്ങുന്നുവെന്ന ആക്ഷേപത്തിനുള്ള മറുപടി ഇങ്ങനെ: കേരളം തന്നെയാണ് നമ്മുടെ പിന്നിൽ ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി സംഘടനാ പ്രവർത്തനം നടക്കുന്നുണ്ട്, വർഗപരിചരണ സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഒരു അഖിലേന്ത്യാ പാർട്ടിയായിട്ട് തന്നെയാണ് പാർട്ടി നിലകൊള്ളുന്നത്. നിരവധി സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് ജനപ്രതിനിധികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊന്നും ഭാഗമായിട്ട് അത് കേരളത്തിൽ ചുരുങ്ങി പോകുന്നു എന്നുള്ളതല്ല. കേരളത്തിലാണ് ശക്തിയായിട്ട് നിലനിൽക്കുന്നത് എന്ന് മാത്രം പറയാം. പണം കൊടുത്ത് കേരള രാഷ്ട്രീയത്തിൽ ഇടമുണ്ടാക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയില്ല. മറ്റൊരു സാമുദായിക പശ്ചാത്തലം രൂപപ്പെടുത്താൻ നടത്തിയ KPCC നേതൃമാറ്റം കോൺഗ്രസിന്റെ അപജയത്തെ സൂചിപ്പിക്കുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സുധാകരനെ പോലുള്ള ഒരാളെ മാറ്റി വേറൊരു സാമുദായിക പശ്ചാത്തലം രൂപപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി എടുക്കുന്ന നിലപാട് വലിയ രീതിയിലുള്ള ഒരു അപജയമാണ് സൂചിപ്പിക്കുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.